എറണാകുളം കുറുപ്പുംപടിയിൽ യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സൈബർ തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവാവിൽ നിന്ന് 6,60,000 രൂപയാണ് പോലീസുകാർ തട്ടിയെടുത്തത്. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? എറണാകുളം കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സൈബർ തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇവർ യുവാവിൽ നിന്ന് പണം തട്ടിയെടുത്തത്. 6,60,000 രൂപ ഇവർ തട്ടിയെടുത്തു. ASPയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റേഷനിൽ വിജിലൻസിന്റെ പരിശോധനയും ഇന്ന് നടന്നിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ നടപടി സംബന്ധിച്ച വിവരങ്ങൾ വരുന്നു. 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എറണാകുളം കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ സൈബർ തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, കേട്ടുകേൾവിയില്ലാത്ത തട്ടിപ്പാണ് ഒരു പോലീസ് സ്റ്റേഷനിലെ 4 പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിയിട്ടുള്ളത് എന്നാണ് പരാതി. കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരാതി ഉയർന്നത്. 3 CPOമാരും ഒരു ഗ്രേഡ് SIയും. സംഭവം ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ നിന്ന് 2 അംഗ പോലീസ് സംഘം ഇവിടെ ഒരു സൈബർ ക്രൈം അന്വേഷിക്കുന്നതിന് വേണ്ടി വന്നത്. ഇവിടുത്തെ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരാൾക്ക് സൈബർ ക്രൈമുമായി ബന്ധമുണ്ടെന്നും അയാൾക്ക് നോട്ടീസ് നൽകാനും വേണ്ടിയാണ് ഈ സംഘം എത്തിയത്. ഇവരെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കുറുപ്പുംപടി പോലീസിലെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ വിട്ടു നൽകിയത്. ഈ നോട്ടീസ് കൈപ്പറ്റാൻ ഉള്ള ആളെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ, കുറുപ്പുംപടിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ചെന്ന് സംസാരിക്കുകയും അയാളിൽ നിന്ന് മറ്റൊരാളുടെ വിവരം ലഭിക്കുകയും ചെയ്തു. അയാൾക്ക് വേണ്ടിയാണ് ഈ പണം എടുത്ത് കൊടുത്തതെന്നാണ് ഈ നോട്ടീസ് കൈപ്പറ്റിയ ആൾ പറഞ്ഞത്. അങ്ങനെ ഈ രണ്ടാമത്തെ ആളെ ഭീഷണിപ്പെടുത്തി, നിങ്ങളെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, അതുകൊണ്ട് പണം നൽകിയാൽ നമുക്ക് ഈ പ്രശ്നം ഒതുക്കി തീർക്കാം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ഇയാൾ ഈ കേസിൽ പ്രതിയാണെന്ന് വിശ്വസിപ്പിച്ചാണ് ഈ യുവാവിന്റെ പക്കൽ നിന്ന്, ഇയാളൊരു റിട്ടയർഡ് പട്ടാളക്കാരനാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ നിന്നാണ്, അയാളുടെ പക്കൽ നിന്നാണ് ആദ്യം 10 ലക്ഷം രൂപ ചോദിച്ചു. പക്ഷെ അത് അക്കൗണ്ട് ത്രൂ ആയതുകൊണ്ട് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നേരിട്ട് 6,60,000 രൂപയാണ് ഇവർ കൈപ്പറ്റിയെന്നുള്ളതാണ് പരാതി. ആ പരാതിയിന്മേൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായി വിജിലൻസ് പരിശോധന നടത്തി. ഒപ്പം റൂറൽ പോലീസിന്റെ പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇപ്പോൾ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.